മഹാമഹത്തിലേക്ക് പല മതവിഭാഗങ്ങളിൽ നിന്നും വിശ്വാസധാരകളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് ഇപ്പോൾ മഹാമണ്ഡലേശ്വരം ആനന്ദി ഭാരതിയെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാം ഒന്നാണെന്ന് തെളിയിക്കുന്നതാണല്ലോ അല്ലേ ഇതൊക്കെ? തീർച്ചയായിട്ടും ഭാരതിരാജ ആനന്ദവനം ഗുരുജിയുമായിട്ട് വളരെ മുന്നേ ഉള്ള ബന്ധമാണ്. അദ്ദേഹം ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ജൂന അഖാഡയിലെ നാഗസന്യാസ സമൂഹത്തിൻ്റെ ഗുരു കൂടിയാണ്. കേരളീയനാണെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി വേദികൾ പങ്കിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സൂഫി ഇസ്ലാമിക് ബോർഡിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. പേര് PMA സലാം മുസ്ലിയാർ. അദ്ദേഹം സയ്യിദ് ഇബ്രാഹിം അബ്ദുള്ള ജിഫ്രി തങ്ങൾ, അദ്ദേഹവും സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. പിന്നെ സാബ്ര ഹസനി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസറാണ്. അദ്ദേഹം ഇതിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഫസലാണ്. ഇപ്പോൾ സൂഫി ഇസ്ലാമിക് ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സൂഫി സമ്പ്രദായത്തിലുള്ളവർ തീർച്ചയായിട്ടും മഹമഹോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭാരതീയതയാണത്. കാരണം ഏകം സദ്വിപ്ര ബഹുദാവദന്തി എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാരതത്തിൻ്റേത്. വിഭിന്നമാണെങ്കിലും പുഴ ഒഴുകും പോലെ ആ ഒഴുകുന്ന പുഴയിൽ സർവ്വതും ഒഴുകിപ്പോകുമ്പോഴും ജലം സ്വച്ഛമായും സുന്ദരമായിട്ടും എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഭാരതപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇന്ത്യയിലെ എല്ലാ പുഴകളും സമ്മേളിക്കുന്നതും ആ ത്രിവേണി സംഗമം പോലെ അത് നിലനിൽക്കുന്നതുമായ ഒരു മഹാ ചൈതന്യമുള്ള പുഴയാണ്. നവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് തന്നെ 250ഓളം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ഒത്തുകൂടലുണ്ടായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇത് ലോകം മൊത്തം അറിയണം. ലോകത്തിലുള്ള എല്ലാ വിഭാഗവും ഇത് ഉൾക്കൊള്ളണം. ഇവിടെ ജാതി, മതം, വർഗം, വർണ്ണം, ഭാഷ, ദേശം, ചിന്താഗതി അതൊക്കെ മാറ്റിവെച്ചിട്ട് നാം ഒന്നാകുന്നു, വസുദൈവ കുടുംബകം എന്ന ആ വലിയ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് സൂഫികളുടേത്. സൂഫികൾ എപ്പോഴും അതീതമായി ചിന്തിക്കുന്നവരാണ്. മതാന്ധമായി ജീവിക്കുന്നവരോ മതതീവ്രതയ്ക്ക് പ്രാധാന്യം നൽകുന്നവരോ അല്ല. അതുകൊണ്ട് തന്നെ മതാതീതമായ ആ കാഴ്ചപ്പാടിന് ഭാരതത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് സൂഫികൾ. അതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കാനുള്ള പ്രധാന കാരണം. ഭാരതത്തിൽ 2 തരത്തിൽ വന്ന ആളുകളുണ്ട്. ഒന്ന് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ആദരിക്കാതെ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളും, അല്ലെങ്കിൽ ആ സംസ്കൃതിയോട് ചേർന്ന് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഈ ധർമ്മത്തിൽ ഇഴുകിച്ചേരുക എന്നുള്ള നിലയിൽ സൂഫി പാരമ്പര്യം എന്ന് പറയുന്നത് ഭാരതീയ ഋഷി പാരമ്പര്യവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നൊരു പാരമ്പര്യം. ഏറ്റവും ായിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഇവിടെ ഋഷിമാർ എങ്ങനെ തിരിച്ചറിഞ്ഞു, അതുപോലെ അനൽ ഹഖ് എന്ന് തിരിച്ചറിഞ്ഞ ഋഷിമാരാണ് സൂഫികളിൽ ഉണ്ടായിരുന്ന ആത്മജ്ഞാനം നേടിയ ആളുകൾ. അപ്പം അതിനുള്ളൊരു അന്വേഷണമാണ്, ആന്തരികമായിട്ടുള്ളൊരു അന്വേഷണമാണ് സൂഫിസത്തിൻ്റെ പാതയായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം പൊതുവിൽ ഈ സെമറ്റിക് മതങ്ങളൊക്കെ പൊതുവിൽ അതിൻ്റെ വ്യാവഹാരിക രൂപത്തിൽ രാഷ്ട്രീയ സ്വഭാവം ആർജിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ അനൽഹക്ക് എന്ന് പറയുന്ന സൂഫിയെ സുൽത്താൻ തലവെട്ടി കളയുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കാരണം അതിനെ അധികാരത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു രാഷ്ട്രീയ സ്വരൂപമായി മാറുമ്പോൾ അത് സെമറ്റിസൈസ് ചെയ്തു വരുമ്പോൾ ആത്മാന്വേഷണത്തിന് പകരം അത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് സമൂഹത്തിനെ ബാധിക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. പക്ഷേ ഈ ആത്മാന്വേഷണത്തിൻ്റെ പാതയിൽ എല്ലാവരും സാക്ഷാത്കരിക്കുന്നത് ഒരേ ആത്മസത്ത തന്നെയാണ്. ഇവിടെ എത്തിയിലുള്ളൊരു സന്തോഷം, ഒരു പിന്തുണ അറിയിക്കാൻ കൂടിയാണല്ലോ വന്നത്. പിന്തുണ അറിയിക്കാനല്ല, മാഘം ചെയ്യാനാണ് വന്നത്. അതാണ് സത്യം. ധർമ്മത്തിന് ആരും പിന്തുണ അറിയിക്കാനോ ആരെങ്കിലും അതിന് കൈയടിക്കാനോ അല്ലെങ്കിൽ അതിനെ നയിക്കാനോ ഒന്നുമില്ല. എല്ലാവരുടെയുമാണ് ധർമ്മം. അത് പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ്. അതിനെ സനാതനം എന്ന് ഇവിടുത്തെ ഋഷിമാർ, പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ധർമ്മം ഉണ്ടാവും. അപ്പോൾ ആ ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് അവരവരുടേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കാനാണ് എല്ലാ പരമ്പരകളും മാഘത്തിന് എത്തിച്ചേരുന്നത്. നമ്മളാരും മന്യരല്ലല്ലോ, നമ്മളെല്ലാം ഒന്നാണല്ലോ. ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. കാരണം ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നും ഉണ്ടായവരാണ് നമ്മൾ. കാലം നമ്മളെ വേർതിരിച്ചതിൻ്റെ പേരിൽ നമുക്കറിയാതെ പോകുന്നു. അത് ചിന്തിച്ചത് അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സ്വാമി പറഞ്ഞ പോലെ അനൽഹക്കിലേക്ക് കടക്കുമ്പോൾ നാം ആരും വ്യത്യസ്തരല്ല. എല്ലാം ഒരു മാതാപിതാക്കളുടെ സന്താനത്തിൽ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുക. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവിടെ രാഷ്ട്രീയക്കാരായാലും മതവാദികളായാലും അവർ കൊണ്ടു നടക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് സൂഫി ഇസ്ലാമിക് ബോർഡ്. സൂഫി ഇസ്ലാമിക് ബോർഡ് രാജ്യത്തിൻ്റെ ഭദ്രതയോടുകൂടി ഭരണഘടന അനുസരിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാവരും ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സൂഫിസം. അതുതന്നെയാണ് ലോകഗുരു പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ മനുഷ്യനാവുക, മതത്തേക്കാൾ കൂടുതൽ നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ ഇഷ്ടപ്പെടുക. ഇതിനു മുമ്പ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയിരുന്നു. മതം വെടിയൂ മനുഷ്യനാകൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ. പക്ഷേ ഇന്നത് അവർ തന്നെ തിരിച്ചു പറയാൻ തുടങ്ങി, മനുഷ്യനാവുക എന്നുള്ളത്. കാരണം മനുഷ്യനാകാതെ ഒരാളും ആകാൻ കഴിയില്ല.
മനുഷ്യനാകൽ നിർബന്ധമാണ്. മനുഷ്യനായാൽ മാത്രമേ യഥാർത്ഥ സന്യാസമായാലും സൂഫിസമായാലും അത് യാഥാർത്ഥ്യമാകുന്നുള്ളൂ. പിന്നെ വേറൊരു വലിയ പ്രത്യേകതയുള്ളത് അഘോരി സമ്പ്രദായം സൂഫി ധർമ്മമായിട്ട് വളരെ താതാത്മ്യമുള്ളതാണ്. കൈലാസം, അതേപോലെ ബദ്രിനാഥ്, കേദാർനാഥ്, ബനാറസ്, വാരാണസി ഈ മേഖലകളിലെല്ലാമുള്ള അഘോരി സന്യാസിമാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് സൂഫികൾക്കാണ്. ഇന്ത്യയിലാണ് സൂഫിസത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ കാതൽ നിലനിൽക്കുന്നത്. അജ്മീർ അതിൻ്റെ കേന്ദ്രമാണ്. ഇന്ത്യയുടെ ഭരണാധികാരികൾ പോലും എല്ലാ വർഷവും നടക്കുന്ന ഉറൂസിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വക തന്നെ അവിടെ ചാദർ എന്ന് പറയുന്ന പ്രത്യേക അവിടെ വിരിക്കാനുള്ള പട്ട് സമ്മാനിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ സൂഫി സമ്പ്രദായവും സന്യാസ സമ്പ്രദായവും അഘോരി സമ്പ്രദായവും നിരവധി പരമ്പരകളുണ്ട്. ആ പരമ്പരകളെല്ലാം കൂടി ഒരു സമഞ്ജസമായി സമ്മേളിക്കുന്ന മനോഹരമായ നിളയുടെ തീരം. നിള ഒഴുകുന്നത് പോലെ എല്ലാവരും കൂടി നമുക്കിതിൽ കൂടാം. ഒന്നായിട്ട് കൂടിയാടി പോകുമ്പോൾ നമ്മളുടെ മനുഷ്യത്വം ഭാരതീയത ജയിക്കട്ടെ എന്ന് തന്നെയാകണം. അതാണ് വേണ്ടത്. സുഫി ഇസ്ലാമിക് ബോർഡിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കും അതാണ് പറയാനുള്ളത്. അത് അയ്യപ്പനും ബാബുവും എല്ലാവരും ഒന്നായിരുന്നല്ലോ. തീർച്ചയായിട്ടും ആ ഒരു ലോകം തന്നെ ഒരു കുടുംബം പോലെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.